ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കരിപ്പട്ടി പായസമാണ്, അല്ലെങ്കിൽ പനഞ്ചക്കര പായസം എന്നും പറയും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. പിന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലിങ്ങും ആണ്, അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് കരിപ്പട്ടി തന്നെയാണ്. അത് നന്നായിട്ട് ഞാൻ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് കരിപ്പട്ടി അല്ലെങ്കിൽ പനഞ്ചക്കര എന്ന് പറയും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കണത്. ഇത് ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ട് കിട്ടും. വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു കാര്യം വാങ്ങാനായിട്ട്, കാരണം നിറയെ കെമിക്കൽസൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല കരിപ്പട്ടിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഉടച്ചാൽ ഉടയണം, പെട്ടെന്ന് അത് ഉടഞ്ഞു പോവും. കണ്ടില്ലേ, തൊടുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും. പിന്നെ വേണ്ടത് പച്ചരിയാണ്, പിന്നെ തേങ്ങ തുരുവൽ, പിന്നെ ഏലക്ക, നെയ്യ്, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. കുക്കറിൽ ഞാൻ അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4-5 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എത്രത്തോളം ഇത് നന്നായിട്ട് വേവണോ അത്രയും നല്ലതാണ്. ഇത് കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ വേവിച്ച അരി ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി കൂടെയാണ്, കാരണം ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ അച്ഛൻ ഉണ്ടാക്കി തരാറുള്ളൊരു പായസമാണിത്. ഇനി നമുക്ക് ഓൾറെഡി അലിയിച്ച് വെച്ച കരിപ്പട്ടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയാണ് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാൻ പോണത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റവ് ഓണിലേ ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സിമ്മിലിടുകയാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഇളക്കിയാലും മതി, അല്ലാത്ത പക്ഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. വീട്ടിൽ പൂജയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൂടെ വെക്കാൻ പറ്റണ ഒരു പ്രസാദമായിട്ട് കൂടെ എടുക്കാം. പിന്നെ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങളാണ് ഈ കരിപ്പട്ടി. ഇത് എത്രത്തോളം നമ്മൾ ഈ പഞ്ചസാരയ്ക്ക് പകരം ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കണോ അത്രയും നല്ലതാണ്. പക്ഷേ ഇത് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളെക്കാട്ടിലും വില കുറച്ച് കൂടുതലാണ്. നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഫില്ലിങ്ങുമാണ്. ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടി ചേർക്കുകയാണ്, പിന്നെ തേങ്ങ തുരുവിയതും, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നെയ്യ് ചേർക്കാം. ഇത്ര നെയ്യ് ഇതിന് ആവശ്യമുള്ളൂ. നെയ്യ് പായസം പോലെ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല അതിൽ. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. നെയ്യ് പായസത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റിൽ. അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു തരത്തിലുള്ള ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ കരിപ്പട്ടി പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നിർത്താനായിട്ട്, അല്ലെങ്കിൽ ആറുന്ന സമയത്ത് വീണ്ടും അത് നല്ല തിക്കായി പോവും. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.